ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ പ്രഖ്യാപിച്ചതിനു ശേഷം ഞാൻ വളരെ നിരാശയിലാണ്. സഞ്ജുവിനെ ടീമിൽ നിന്നും ഒഴിവാക്കിയത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ടീം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പേഴ്സിൽ ഒരാളായി സഞ്ജു ടീമിൽ ഇടം നേടുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ സഞ്ജുവിന് പകരം അവർ ടീമിലെടുത്തത് ഋഷഭ് പന്തിനെ. 2023 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ എവേ പരമ്പരയ്ക്കിടെയാണ് സാംസൺ അവസാനമായി ഏകദിനം കളിച്ചത്. കൂടാതെ ഇന്ത്യയെ ആ പരമ്പര വിജയിപ്പിക്കാൻ നിർണായകമായി സഹായിച്ച സെഞ്ചുറിയും ഒടുവിൽ പരമ്പര സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2-1 മാർജിനിൽ ഇന്ത്യ സ്വന്തമാക്കി. അതിനുശേഷം ശ്രീലങ്ക പര്യടനത്തിൽ ഇന്ത്യ 3 ഏകദിനങ്ങൾ മാത്രമാണ് കളിച്ചത്. എന്നാൽ ഒരു മത്സരത്തിൽ പോലും സാംസൺ പങ്കെടുത്തില്ല. എന്തുകൊണ്ട് സെലക്ടർമാർ ഇത് കൺതുറന്നു കാണുന്നില്ല? എന്തു ന്യായീകരണമാണ് സഞ്ജുവിനെ ഒഴിവാക്കിയതിലൂടെ നിങ്ങൾക്ക് പറയാനുള്ളത്? സഞ്ജു സാംസനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും ഒഴിവാക്കിയതിൽ ഇന്ത്യൻ സെലക്ടേഴ്സിനെതിരെ ശക്തമായ ഭാഷയിലാണ് സുനിൽ ഗവാസ്കർ പ്രതികരിച്ചത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ അവരുടെ പേസ് അറ്റാക്കിന് മുന്നിൽ സെഞ്ചുറി അടിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പന്ത് സഞ്ജുവിനേക്കാൾ മികച്ച വിക്കറ്റ് കീപ്പർ ആയിരിക്കാം, പക്ഷെ ബാറ്റ് ചെയ്യാനുള്ള കഴിവിൽ സഞ്ജു എന്നും ഒരു പടി മുകളിലാണ്. പെട്ടെന്നൊരു കളി മാറ്റിമറിക്കാൻ സഞ്ജുവിനേക്കാൾ കഴിവ് പന്തിനുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് സഞ്ജുവിനെ ഒഴിവാക്കുന്നതിൽ എന്ത് ന്യായീകരണമാണ് ഇന്ത്യൻ സെലക്ടേഴ്സിന് നൽകാനുള്ളത്? അദ്ദേഹം ചോദിച്ചു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു കാരണത്താൽ ഇന്ത്യ ഒരു കാരണവശാലും ചാമ്പ്യൻസ് ട്രോഫി തോൽക്കാനൊന്നും പോകുന്നില്ല. ഇന്ത്യൻ ടീം തയ്യാറായി കഴിഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയിലേക്ക് വരുന്നത് നോക്കി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. സഞ്ജുവിനെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിനെതിരെ വരുന്ന T20 മത്സരത്തിൽ ഈ വർഷം മികച്ച രീതിയിൽ തുടങ്ങാനുള്ള ഒരു അവസരമാണ് കൈവന്നിരിക്കുന്നത്. അത് മികച്ച രീതിയിൽ ഉപയോഗിച്ചാൽ ഇനിയും അന്തരീക്ഷത്തിൽ സഞ്ജു 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 എന്ന് എപ്പോഴും മുഴങ്ങിക്കേൾക്കും, സുനിൽ ഗവാസ്കർ കൂട്ടിച്ചേർത്തു. എന്തായാലും സുനിൽ ഗവാസ്കർ പറഞ്ഞതുപോലെ ഇംഗ്ലണ്ടിനെതിരെ സഞ്ജു മികച്ച രീതിയിൽ കളിച്ച് ഈ ഒരു വർഷം നല്ല രീതിയിൽ തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ടീമിനെ പ്രഖ്യാപിച്ചതിൽ സഞ്ജു ആരാധകർ എന്ന രീതിയിൽ പലർക്കും വേദനകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം മറന്ന് നമ്മുടെ രാജ്യം ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഉറപ്പായിട്ടും കാണും. എന്റെ കൂടെ നിങ്ങളും ഉണ്ടാവില്ലേ? സുനിൽ ഗവാസ്കർ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇംഗ്ലണ്ടിനെതിരെ T20 മത്സരത്തിൽ സഞ്ജുവിനെ ആളിക്കത്താൻ സാധിക്കുമോ? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട.